4 ടയറിന് 50 ലക്ഷം രൂപ. 350 തൊട്ട് 400 കിലോമീറ്റർ സ്പീഡിലോടുന്ന വണ്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കിളി പോയി. ഇതൊരു ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു കാറാണ്. ഒരു കൊല്ലത്തെ സർവീസ് ചാർജ് ഒരു 60 ലക്ഷങ്ങളാവും. ലക്ഷറി വണ്ടികൾ ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ പേജിലെ ആദ്യത്തെ ഹോം ടൂർ ആണിത്. ദുബൈയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വീട്. അത് ഒരു മലയാളി 10 വർഷങ്ങൾക്ക് മുമ്പ് വെച്ചൊരു വീടാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട CJ റോയ് സാറിന്റെ വീടാണ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ. ഇത് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഇത്ര ലക്ഷറി വണ്ടികൾ ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. ബുഗാട്ടി റോയ് സാറിൻ്റെ കയ്യിൽ ഏകദേശം 10 വർഷത്തിന് മേളിലായിട്ട് ബുഗാട്ടി ഉണ്ട്. അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ 10 വർഷത്തിന് മേളിൽ ഒരു വണ്ടി ഇങ്ങനെ ബുഗാട്ടി കൊണ്ട് കിടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല നോർമലി. കാരണം അതേപോലെ മെയിൻ്റെനൻസ് ഉള്ളൊരു വണ്ടിയാണ് ബുഗാട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് സ്പെക്ക് ഉണ്ട്, അത് റോയ് സാർ വന്നിട്ട് ഞാൻ പറയാം. കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ 2 റോൾസ് റോയ്സ് ലോകത്തിൽ തന്നെ ഇതിലെ 4 or 5 എണ്ണേ ഉള്ളു. ഇതിലും കുറേ സ്പെക്കുകളുണ്ട്, അതും റോയ് സാർ വന്നിട്ട് പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്ഷറിയുടെ അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഗാരേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഈ ഒരു കളക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. ഞാൻ റോയ് സാറിനോട് അങ്ങോട്ട് ചോദിച്ചു, സാറേ ഞാൻ ഇവിടുത്തെ കളക്ഷന്, സാറിൻ്റെ കളക്ഷൻ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആരും സാറിന് അങ്ങനെ സാറ് കളക്ഷൻ അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ജോജി കയറി വാ, നമുക്ക് അടിപൊളി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ലക്ഷറികളുടെ അങ്ങേയറ്റം എന്ന് പറയുന്ന റോൾസ് റോയ്സ്, ബുഗാട്ടി പിന്നെ പറയേണ്ട കാര്യമില്ല. സാറിൻ്റെ കയ്യിൽ എത്ര വർഷം സാറിനുണ്ട്? ഇത് ഇപ്പം എൻ്റെ അടുത്ത് 14 കൊല്ലമായി. 14 കൊല്ലം. ഒരു കാര്യം ഞാൻ പറയാം, ഈ ബുഗാട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരുമാതിരിപ്പെട്ടവരങ്ങനെ 1-2 വർഷത്തിന് മേളിൽ അങ്ങനെ വണ്ടിന് കയ്യിൽ വെക്കത്തില്ല, വേറൊന്നുമല്ല. അതേപോലെ മെയിൻ്റനൻസ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഒന്ന് പറയാമോ? ആദ്യം ഞാൻ മെയിൻ്റനൻസിൻ്റെ പറയാം. ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഷാർജയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വരികയാണ് ആ വഴി. അപ്പോൾ പുള്ളിയുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അപ്പോൾ പുള്ളി എന്നെ ചോദിച്ചു ഒരു ചായക്ക് വരുമെന്ന്, കംഫർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വെന്റ് ഫോർ ടീ. അവിടെ ഒരു ആണി കുത്തി കയറി ഇതിൻ്റെ ടയറിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആണി കുത്തി കയറി എന്ത് ചെയ്യും, നമ്മളൊരു ടയർ ഷോപ്പിൽ വിടും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഞാൻ ടയർ ഷോപ്പിലേക്ക് വിട്ടു. ടയർ ഷോപ്പ് ഇതൊന്നും ഇവിടെ തൊടില്ല, ഇതൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എന്താ ഇത് ചെയ്യാം അല്ലേ? അപ്പോൾ ഷോറൂമിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു വിട്ടു. അവർ സെൻഡ് ദ കാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർ പോയി അവിടെ അവസാനം കട്ട് ഷോർട്ട് ചെയ്താലേ ഈ 4 ടയറിന് കൂടി 50 ലക്ഷം രൂപയാണ് ചിലവ്. അതെന്താ ചോദിക്കും. ഇത് 350 കിലോമീറ്റർ പോണത വണ്ടിയാണ്. 350-400 വരെ അതിൻ്റെ റേറ്റഡ് സ്പീഡ്. ചെറിയ ടയർ വേരിയേഷൻ ഉണ്ടെങ്കിലും കാർ വിൽ ക്രാഷ്. 4 ടയർ മാറ്റണം. ഒരു ടയറായിട്ട് മാറാനും പറ്റത്തില്ല, പഞ്ചർ ഇടാൻ പറ്റില്ല, ഫസ്റ്റ് പഞ്ചർ ഒട്ടിക്കാൻ പറ്റില്ല. 4 ടയറിന് 50 ലക്ഷം രൂപ. 4 ടയറും കൂടി മാറ്റണം. അത് വേറെ. ഈ ടയർ റിമൂവ് ചെയ്ത് ഇതിൻ്റെ കമ്പനിയിൽ ഫ്രാൻസിലേക്ക് വിട്ട് അവിടെ ഇതിനെ സെറ്റ് ചെയ്തിട്ടാണ് ഇത് വന്നത്. ഇതിൻ്റെ ടയർ ആസ് പെർ ബുഗാട്ടി ദേ സ്പെസിഫിക്കലി മേക്ക് ഫോർ ദ കാർ. അപ്പോൾ ഈ കാറിന് വേണ്ടി ടയർ ഉണ്ടാക്കി അതിനെ ഫിക്സ് ചെയ്ത് വരുമ്പോഴേക്കും 50 ലക്ഷം രൂപ പോയി. അതും കൂടാതെ ഓൾമോസ്റ്റ് 6 മാസം എടുത്തു കിട്ടാൻ. റിമ്മ് കംപ്ലീറ്റ് ഇതിന്റെ റിമ്മും എല്ലാം കൂടി ഊരിയിട്ടാണ് പോയത്. എന്നിട്ട് അത് ഫിക്സ് ചെയ്ത് വന്ന് വരുമ്പോൾ ഓൾമോസ്റ്റ് 6 months എടുത്തു. 6 മാസം വേണം താനും ഇത് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഒരിക്കൽ അതിന്റെ പഞ്ചറിന്റെ കേസ് അങ്ങനെയാണ്. അതാണ് ഇതിന്റെ മെയിൻ്റനൻസ്. അറിയാലോ, ഒന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ് ഫാൻതം. ഇതിൻ്റെ ലോങ് വീൽ ബേസ് ആണ്. ഇതിനൊരു പാർട്ടീഷൻ ഉണ്ടായിരിക്കും അകത്ത്. അപ്പോൾ ഡ്രൈവറും പാസഞ്ചേഴ്സിനും ഒരു പ്രൈവസി ഉണ്ടായിരിക്കും. വിത്ത് എ പ്രൈവസി സ്വീറ്റ്. ഇത് വളരെ കുറച്ച് കാറാ ദുബായിലും ഉള്ളൂ. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എനിക്കറിയില്ല. ദുബായിൽ വളരെ കുറവ് കാറ് ഉള്ളൂ. അപ്പോൾ ദുബായിൽ തന്നെ കുറവെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്ത്യയെ പറ്റിയിട്ട്. ദിസ് ഇസ് എൻ മാക്ലറൻ. ദിസ് ഇസ് അനദർ എക്സ്ക്ലൂസീവ് കാർ. ഇത് നമ്മുടെ റോൾസ് റോയ്സ് ഫാൻതം. ഇത് സെയിം ഇതാണ്. പിന്നെ എൻ്റെ അടുത്ത് റോൾസ് റോയ്സ് സ്പെക്ട്രി ഉണ്ട്. ദാറ്റ്സ് എൻ ഇലക്ട്രിക് കാർ. അത് പുറത്തു പോയിരിക്കുകയാണ്. ഇത് നമ്മുടെ ബെന്റ്ലെ ഫ്ലൈങ് സ്പർ. ഇതാണ് ലാംബോർഗിനി മാൻസോറി കാർബണേറ്റെ മോഡൽ. ഇതൊരു പവർ ഹോർസ് ആണ്. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ജോജിക്ക്. ഇതൊരു 3-4 കാറിൻ്റെ മുകളിൽ ലോകത്തിലില്ല. അവന്റിഡോർ. പിന്നെ നമുക്ക് ഹമ്മറെ പറ്റി അറിയാമല്ലോ. ഇതൊരു വിത്ത് ക്രാബ് വാക്കാണ്. ഇത്
ഇത് 0 to 100 in 3 point some seconds, 4 സെക്കൻഡ്. Can you imagine? അതിന്റെ ഒരു I think it's 1000 bhp. 1000 bhp. Yeah, it's an electric car. അതൊരു മോൺസ്റ്റർ ആണ് ശരിക്കും. ലാംബോർഗിനി ഹുറിക്കാൻ വിത്ത് ദിസ് കാർബൺ ഫൈബർ. ഫുള്ളി കാർബൺ ഫൈബർ കേട്ടോ. കാർബൺ ഫൈബർ. കാർബൺ ഫൈബർ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ ഒരു എഞ്ചിൻ കാര്യങ്ങൾ ഇങ്ങനെ ജോജി, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഒരു യുണീക്ക് കാറ്. ഇത് 8.2 ലിറ്റേഴ്സ് ആണ്, ഇത് 8.2 ലിറ്റേഴ്സ് ആണ്. രണ്ടും സെപ്പറേറ്റ് എഞ്ചിനാണ്. 16.4 ലിറ്റേഴ്സ് ആവും, 8.2. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ രണ്ട് എഞ്ചിനും ഒരേ സ്പീഡിൽ ഒരേ RPM മൂവ് ചെയ്ത് മെഷ് ചെയ്യണം. അല്ലെങ്കിൽ ഇഞ്ചിൻ എ വിൽ ബി ഫാസ്റ്റർ, ഇഞ്ചിൻ ബി വിൽ ബി സ്ലോവർ എന്ന് പറഞ്ഞാൽ വണ്ടി ജാം ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ടെക്നോളജി. ഇത് രണ്ടും കൂടി മെഷ് ചെയ്തിരിക്കുകയാണ് രണ്ട് എഞ്ചിൻ. 8.2 ലിറ്റർ ഇപ്പോൾ നമ്മുടെ റോൾസിനുണ്ടല്ലോ, ആ വലിയ റോൾസും കൂടി 6 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 3 times ഈ ചെറിയ കാറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ സ്പോയിലർ ഉണ്ട്. അത് നമ്മൾ സ്പീഡ് കൂടുമ്പോൾ ഈ സ്പോയിലർ വിൽ കം അപ്പ്, വണ്ടി താഴും. ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് കവർ ചെയ്യാൻ പാടില്ല, നമ്മൾ കവർ ചെയ്യില്ല അവർ എന്തായാലും. അത്ര ചൂട് ജനറേറ്റ് ചെയ്യും, അത്ര ചൂട്. പക്ഷെ ഇതൊരു ടെക്നോളജി അവർ ചെയ്താണ്, ഈ രണ്ട് എഞ്ചിൻ കൂടി മെഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് പോണ സ്പീഡ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് 350-400 സ്പീഡ് വരെ പോവാം. എനിക്ക് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞാനും വണ്ടി പ്രാന്തനല്ലേ. ഈ പ്രാന്തന്മാർക്കുള്ള ഒരു പ്രശ്നമാണ് ഇത്, വണ്ടി മെയിൻ്റെനൻസ്. അതെന്താണെന്നറിയോ? ഞാൻ ബാംഗ്ലൂർ വെച്ചൊരു വീഡിയോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. റോയ് സാറിന്റെ ലിമോസിൻ. അതെന്നോട് സാറ് കുറച്ച് വിഷമത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം അതേപോലെ ആഗ്രഹിച്ച് സാർ വർക്ക് ചെയ്തൊരു വണ്ടിയാണ്. നിയമം പറഞ്ഞു, സാർ അത് കേട്ടു. കാരണം ഇവിടെ സൊസൈറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാനാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട, പിന്നെ അവർ പറയുന്ന പോലെ കേട്ടോട്ടെ, എന്നാലും ഇങ്ങനെ കിടക്കുന്ന നല്ല വിഷമം ഉണ്ടെന്ന് അന്നേ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി. എല്ലാവരും അതിന്റെ അടിയിൽ വന്നിട്ട് സർക്കാരിനെ നല്ല രീതിയിൽ പറയുവാണ്. പക്ഷെ അത് അങ്ങനെ ഒരു റൂൾസ് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ റൂൾസ് ബ്രേക്ക് ചെയ്യാറില്ല. എന്തിനാണ് നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്ത് പിന്നെ ഒരു സൊസൈറ്റി നമ്മളൊരു വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കാരണം അത് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിട്ട് അത് സേഫ് ആയിട്ട് കൊണ്ടുപോയി അവിടെ നിർത്തി പറഞ്ഞു താങ്ക് യു വെരി മച്ച്. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ കാറും ഞാൻ വിൽക്കില്ല. എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പൊ എൻ്റെ പഴയ സൊനാട്ട അവിടെ ഇരിപ്പുണ്ടാവും. അതെൻ്റെ 3ാമത്തെ കാറാണ്. എനിക്ക് ഞാനൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ഞാൻ തുടങ്ങിയത് മാരുതി 800-ലാണ്, CKJ 3637. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് HT, പിന്നെ ഫോർഡ് എസ്കോട്ട്, പിന്നെ ആക്സെൻറ്റ്, പിന്നെ സൊനാറ്റ. അങ്ങനെ ഈ പുതിയ ബ്രാൻഡ് വരുമ്പോൾ ആദ്യം പോയി മേടിക്കും. അപ്പോൾ ഈ സൊനാറ്റയ്ക്ക് പിന്നെ എനിക്ക് നമ്പർ 3 ആണ് എൻ്റെ ഫേവറേറ്റ്. കുറേ നമ്പർ 3 ഉണ്ട്. നിങ്ങൾ അതുപോലെ ഇവിടുത്തെ വണ്ടികളെല്ലാം ലാസ്റ്റ് 2 ഡിജിറ്റിൽ നോക്കിയ 75 അതിലും ഒരു കോർഡിനേഷൻ റോയ് സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല എമൗണ്ട് ആണ് കേട്ടോ. ഈ നമ്പറൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എല്ലാം രേഖപ്പെടുത്തുക. അപ്പം കൂടെ കൂടിക്കോളൂ. ഇനിയും ഇതേലത്തെ ഹോം ടൂർ അങ്ങനെ കുറച്ച് കിടിലൻ വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട്. നിങ്ങളിലേക്ക് നല്ല നല്ല വീഡിയോസ് എത്തിക്കാം. അപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.